ഇസ്ലാമിനെതിരെ നാഴികയ്ക്ക് 40 വട്ടം മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് PC ജോർജ് എന്ന് പറയുന്ന പൂഞ്ഞാറിൽ ഒന്നുമല്ല എന്ന് തെളിയിച്ച ആ പക്കാ നസ്രാണി ഇസ്ലാമിനെ പറ്റി ആക്ഷേപിച്ച് പറയുമ്പോൾ ഇവിടെ മറുപടി പറയാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടല്ല, പക്ഷേ ഷെയ്ഉം മദ്കൂർ അല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാ. ഒരു വസ്തുവല്ല, പറയപ്പെടാൻ പറ്റിയ വസ്തുവല്ല. ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ ആളാണെന്ന് പറയാൻ പറ്റൂലല്ലോ. സഹോദരങ്ങളെ, നമുക്ക് ആവശ്യമില്ലാത്തതിൽ പോയി തലയിടരുത്. അത് അതിന്റെ വഴിയെ നടക്കും. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായത് നാം ഇടപെടുക, ആവശ്യമായതിൽ മാത്രം ഇടപെടുക. ചില വിഷയങ്ങളൊക്കെ വരുമ്പോ ചില ചെറുപ്പക്കാരെ എഴുതി ചോദിക്കും, ഉസ്താദ് നിങ്ങൾ എന്താ പ്രതികരിക്കാത്തത്? എന്തിനാ പ്രതികരിക്കുന്നത്? ആവശ്യമുള്ളതിന് പ്രതികരിക്കണം, ആവശ്യമുള്ളതിൽ ദേഷ്യം കാണിക്കണം, ആവശ്യമുള്ളിടത്ത് പ്രതികരിക്കണം, ആവശ്യമുള്ളിടത്ത് ദേഷ്യം കാണിക്കണം. ദേഷ്യപ്പെടേണ്ട വിഷയങ്ങളിൽ ദേഷ്യപ്പെടാത്തവനെ ശാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഫഹുവ ഹിമാറുൻ, അവന് കഴുതയാണെന്നാണ്. നമ്മുടെ ഇസ്ലാമിനെതിരെ കുതിര കയറാൻ വരുമ്പോ, നമ്മുടെ പരിശുദ്ധമായ ശരീഅത്തിനെ കുതിര കയറാൻ വരുമ്പോൾ ആരാണ് വരുന്നതെന്ന് മുഖം നോക്കാതെ ശക്തമായൊന്ന് ശബ്ദിക്കാനെങ്കിലും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ശബ്ദവും വെളിച്ചവും ഉള്ളപ്പോ അവസരങ്ങൾ കിട്ടുമ്പോ ജനങ്ങളോട് അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ, നമ്മളെ പറ്റി ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹിമാർ എന്നാണ്, കഴുത എന്നാണ്. ഏടുകൾ ചുമക്കുന്ന കഴുതകളെ പോലെ പണ്ഡിത ദൗത്യം നമ്മൾ ഇപ്പോൾ നിറവേറ്റണ്ടേ? നമ്മൾ പറയേണ്ടത് ആരായാലും പറയണ്ടേ? എന്തായാലും മരണം ഒറ്റവട്ടമല്ലേ നമ്മൾ മരിക്കൂ. അത് പറയേണ്ടത് പറഞ്ഞിട്ട് അന്തസ്സോടുകൂടി പെടഞ്ഞു വീണ് രക്തസാക്ഷിയായാൽ അതിനപ്പുറം ഈ ഭൂമി ലോകത്ത് എന്ത് നമുക്ക് ലഭിക്കാനാ? അതിനപ്പുറത്തൊന്നും നമുക്ക് ലഭിക്കാനില്ല. പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ കുതിര കയറുന്നവൻ ഇപ്പോ ഇസ്ലാമിൽ നിന്ന് ഓരോരുത്തർ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊക്കോട്ടെ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ ആർക്കാ നഷ്ടം? വേറെ ആർക്കും ഒരു നഷ്ടമില്ല. ഒരു ജംഇയ്യത്തുൽ ഉലമകളും അതിനെതിരെ ഒരിക്കലും പ്രഖ്യാപനങ്ങൾ നടത്തൂല. ഒരു സംഘടനയെ നിങ്ങൾ അടിക്കൂല. നിങ്ങൾക്ക് മതം ഉപേക്ഷിച്ചു പോയാൽ ബ്രിട്ടീഷ് ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം. പക്ഷേ ഒന്ന് നാം മനസ്സിലാക്കണം, അലി അക്ബർ എന്ന പേരുള്ള സഹോദരനാണ്. അദ്ദേഹം മതം ഉപേക്ഷിച്ചു പോയി. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇന്ന് മുതൽ എന്റെ പേര് എന്താണ്? ശ്രീ നരസിംഹ രാമ നരസിംഹൻ, അങ്ങനെ എന്തോ പേരാണ്. നമുക്കതിൽ പ്രശ്നമില്ല. നമ്മുടെ പ്രശ്നം എന്താണ്? അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിനെ ഒളിഞ്ഞും പിളിഞ്ഞും ആക്ഷേപിക്കാമെന്നാൽ, പേജിലൂടെയും സ്റ്റേജിലൂടെയും ആക്ഷേപിക്കാമെന്നാൽ, ജനാധിപത്യ രീതിയിൽ ചങ്കൂറ്റത്തോടെ അതിനെതിരെ മറുപടി പറയാൻ ചുണക്കുട്ടികളായ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുണ്ട് ഇവിടെ. ഇവിടുത്തെ ജംഇയ്യത്തുൽ ഉലമകൾ അതിനെതിരെ ശബ്ദിക്കും. പരിശുദ്ധമായ ഇസ്ലാം വീണ് കിടക്കുന്ന ഒരു വടവൃക്ഷമാണ്. പോകുന്നവനും വരുന്നവനും കയറി ഇറങ്ങി നിരങ്ങാൻ പറ്റുന്ന നിലയിൽ വീണ് കിടക്കുന്ന വൃക്ഷമാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് അവര്. വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. PC ജോർജ് എന്ന് പറയുന്ന പൂഞ്ഞാറിലുണ്ട്. ഇസ്ലാമിനെ പറ്റി പറയാ, പെട്രോൾ ഇനി ആരും അടിക്കരുത്. ഒരു ചാനൽ ചർച്ച കയറി എന്ന് പറയാ, പെട്രോൾ അടിക്കരുത് ആരും. അങ്ങനെ അടിക്കാതിരുന്നാലേ സൗദികളുടെ അവസാനിക്കുകയുള്ളൂ. ഇത് രണ്ടിന്റെ ഇടയിൽ വേറൊരു വാക്കുണ്ട്, ഞാൻ പറയില്ല. സൗദികളുടെ ഇന്നത് അവസാനിക്കണമെങ്കിൽ നിങ്ങൾ ആരും എണ്ണ അടിക്കരുതെന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇയാൾ വല്ലതുമാണോ? ഒന്നുമല്ല. നിങ്ങൾ എന്തിനാ ഇസ്ലാമിനെതിരെ കുറ്റം പറയുന്നത്? എന്നെ ഉസ്താദ് തുപ്പി. എന്തിനാണ് ഉസ്താദ് തുപ്പാൻ നിങ്ങൾ നിന്നോടിട്ടത്? ശിരസ് കുനിച്ചിട്ട് ഉസ്താദിനോട് തലയിൽ ഓതി ഊത് എന്ന് പറഞ്ഞപ്പോ, ഈരാറ്റുപേട്ടയിലെ ഏതോ ഒരു ഉസ്താദ് തലയിൽ ഓതി ഊതി കൊടുത്തപ്പോൾ, വർഷങ്ങൾക്ക് ശേഷം ഏതോ ശാഖയിൽ ചെന്നിട്ട് കാവി നിക്കറിട്ടതിന്റെ പേരിൽ എന്റെ തലയിലൂടെ ഉസ്താദ് തുപ്പി എന്ന് പറയാൻ ആർജവം കാണിച്ച, രാഷ്ട്രീയത്തിൽ എടുക്കാൻ നാണയമായ ഈ പറയപ്പെട്ട വ്യക്തി ഇസ്ലാമിനെതിരെ കളിക്കരുത് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല.
പക്ഷേ ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ പള്ളികൾ, ഞങ്ങളുടെ ആരാധനാലയങ്ങൾ അത് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയാത്തതാണ്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പൊട്ടന്മാരാണെന്ന് ധരിച്ചാൽ ഞങ്ങൾ പൊട്ടന്മാരല്ല. ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. മറുപടി പറയാത്തത് നിങ്ങൾ പറയപ്പെടാൻ പറ്റാത്തൊരു വസ്തു ആയതുകൊണ്ടാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇപ്പൊ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് എന്താ സംഭവിച്ചെന്നറിയോ? രാജ്യത്തെ വർഗീയവാദികളൊക്കെ ലിസ്റ്റ് എടുത്തിട്ട് കരുനാഗപ്പള്ളിയിൽ തുപ്പല് കിട്ടുന്ന സ്ഥലങ്ങൾ, ഹലാൽ തുപ്പല് കിട്ടാത്ത ഹോട്ടലുകൾ. അപ്പോ എന്തായി സംഭവം? മുസ്ലിം ഹോട്ടൽ ഏത്, അമുസ്ലിം ഹോട്ടൽ ഏതെന്നുള്ളതല്ല, നല്ല ഭക്ഷണമുള്ള ഹോട്ടലുകൾ ഏത്, നല്ലതല്ലാത്തത് ഏതെന്ന് വ്യക്തമായി. ഇപ്പൊ റാഹത്തായി അതൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് കഴിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള കടയിൽ ഇറങ്ങി കഴിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ അള്ളാഹു നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഹലാല് വ്യക്തമാണ്. അവ്യക്തമായി എവിടെയെങ്കിലും ചുരുളഴിയാതെ കിടന്നാൽ അതിനെ അഴിക്കാൻ അള്ളാഹ്ക്കറിയാം. ഹലാല് വ്യക്തമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഹലാല് ബോർഡിനോട് എന്താ ഇത്ര വെറുപ്പ് നിങ്ങൾക്ക്? എന്നാലും ഞാൻ ചോദിക്കുകയാ, ഇവിടത്തെ പാവപ്പെട്ട സഹോദരങ്ങൾ വളരെ വൃത്തിയായി കഴുകി, വളരെ വൃത്തിയായി ഉണ്ടാക്കുന്ന ഭക്ഷണം വളരെ വൃത്തിയായി പാകം ചെയ്ത്, വളരെ വൃത്തിയായ തീൻമേശയില്, വളരെ വൃത്തിയുള്ള പാത്രത്തില്, വളരെ വൃത്തിയോടെ വിളമ്പിയിട്ട് മാന്യമായ നിലയിൽ ജീവിക്കുന്ന മുസ്ലിം ഹോട്ടലുകൾ കാണുമ്പോ നിങ്ങൾക്ക് എന്താ ഈ ഹലാലിനോട് നിങ്ങൾക്ക് വെറുപ്പ്? ആണത്വമുണ്ടെങ്കിൽ, അഭിമാന ബോധമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഹലാലിനോടുള്ള നിങ്ങളുടെ വെറുപ്പുണ്ടല്ലോ, അത് കോശർ എന്ന് പറയുന്ന സംവിധാനത്തോട് നിങ്ങൾ കാണിക്കേ. നിങ്ങൾക്കറിയോ അങ്ങനെ സംവിധാനം? എന്താ ഈ കോശർ എന്ന് പറയുന്നത്? എന്താണ്? KOSHER, കോശർ. നിങ്ങൾ നോക്കി, ഈ ഉൽപ്പന്നങ്ങള് ഹലാൽ ഉൽപ്പന്നങ്ങള് പോലെ കൂടുതൽ ഇന്ന് വിറ്റഴിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് കോശർ എന്ന് പറഞ്ഞാൽ. ഹിബ്രു ഭാഷയിൽ അതിന്റെ അർത്ഥം ശുദ്ധമായ ഭക്ഷ്യയോഗ്യമായ വസ്തു, വൃത്തിയുള്ള കഴിക്കാൻ പറ്റുന്ന നല്ല വസ്തു. ഈ ഹിബ്രു ഭാഷയിൽ അതിന് ഇങ്ങനെയാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഈ കോശർ എന്ന സ്റ്റിക്കർ പതിച്ച സാധനങ്ങൾ മാത്രമേ ജൂതന്മാര് കഴിക്കൂ, ജൂതന്മാര് കുടിക്കൂ, ജൂതന്മാര് ഉടുക്കൂ. എന്തേ അതിനെതിരെ രംഗത്ത് വരാത്തത്? ഞങ്ങളുടെ ഹബീബ് തിന്നുന്ന കാര്യത്തിൽ മാത്രമല്ല, ഒരു തെങ്ങും തോപ്പ്, ആ തെങ്ങും തോപ്പിൽ എന്റെ തെങ്ങിൽ നിന്നാണോ ഈ വീണ് കിടക്കുന്ന തേങ്ങ, അടുത്തുള്ളവന്റെ ആ തെങ്ങിൽ നിന്നാണോ ഈ തേങ്ങ വീണ് കിടക്കുന്നത്? അത് അവ്യക്തമാണെങ്കിൽ ഈ ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ ഒരു നിഗൂഢമായ, ചുരുളഴിക്കാൻ കഴിയാത്ത ഒരു തലം കൂടിയുണ്ട്. അതിന് പറയുന്നത് ശുബ്ഹാത്ത് എന്നാണ്. ആരെങ്കിലും ശുബ്ഹാത്തിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവൻ വിജയിച്ചു എന്നാണ്. ഹലാല് വ്യക്തമാണ്. നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ തന്റെ തോപ്പിലെ തെങ്ങിൽ നിന്ന് തേങ്ങ വീണു, ഹലാൽ വ്യക്തം. നോക്കിക്കൊണ്ട് നിന്നപ്പോ അപ്പുറത്തെ തെങ്ങിൽ നിന്ന് തേങ്ങ വീണു, ഹറാമും വ്യക്തം. ഇത് രണ്ടും കാണാതെ വീടിന്റെ മുറ്റത്തിറങ്ങിയപ്പോ മുറ്റത്ത് തേങ്ങ കിടക്കുന്നു. ഇവിടത്തതുമാകാം, അവിടത്തതുമാകാം. അതിന്റെ പേരാണ് ഹറാമ്. ഇത് ഞങ്ങൾ കഴിക്കൂല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇത് തീറ്റിച്ചേ അടങ്ങൂ എന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് അനുവാദം തന്നത്? ഞങ്ങൾ ഇഷ്ടമുള്ളത് കഴിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിന്നണം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉടുക്കണം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കണം, ഞങ്ങൾ ഇഷ്ടമുള്ളിടത്ത് കിടക്കും. അത് ചോദിക്കാൻ ഇവിടെ ആരെയും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. ഇന്ത്യ മഹാരാജ്യത്ത് അതിനുള്ള അനുവാദം ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കുന്നതിന് രാജ്യത്തിന്റെ മഹത്വമായ, മഹോന്നതമായ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാകുന്നില്ല. എന്തുകൊണ്ട് കോശറിനെതിരെ പോകുന്നില്ല? 2-3 ഉദാഹരണങ്ങൾ പറയാം. നിങ്ങൾ അലസതായി പോകരുത്. ഞാൻ കഴിഞ്ഞ മാസം വന്നപ്പോ 1.5 മണിക്കൂർ പ്രസംഗിച്ചോളൂ, ബാക്കി പിരിവായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് തന്നെ എന്റെ സ്വത്വബോധത്തോട് തന്നെ എനിക്കൊരു അനീതി തോന്നി. അതുകൊണ്ട് ഞാൻ 2 മണിക്കൂർ പ്രസംഗിക്കും. ഇനി 15 മിനിറ്റ് കൂടെ പ്രസംഗിച്ചിട്ട് നിങ്ങൾ തരുന്ന എന്താണോ അത് വാങ്ങിക്കൊടുക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ, കൊടുക്കാൻ അള്ളാഹു മനസ്സ് തരട്ടെ. ആമീൻ പറയും. കൊടുക്കുകയും കൂടെ വേണം, ആമീൻ പറഞ്ഞാൽ മാത്രം പോരാ. അപ്പൊ ഏതായിരുന്നാലും എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു 2 ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്തു, ബീഫ് കയറ്റുമതി ചെയ്തു. ഈ ബീഫ് കയറ്റുമതി ചെയ്ത്
വിദേശ രാജ്യങ്ങളിലെ സൗദി അടക്കം, ഖത്തർ അടക്കം, ബഹ്റൈൻ അടക്കം, കുവൈറ്റ് അടക്കം, ദുബായ് അടക്കം, ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളിലെ കയറ്റുമതി ചെയ്തു. അങ്ങനെ കോടികൾ സമ്പാദിച്ചു. അവിടെ അൽ കബീർ എന്ന് പറയുന്ന ബീഫ് കയറ്റുമതി അവസാനം കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഇവിടത്തെ രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്ന രാജ്യത്തിന്റെ ശത്രുക്കളായ വർഗീയ ഫാസിസ്റ്റുകളാണെന്ന് തെളിഞ്ഞു. ഇല്ലേ? പിന്നെയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹലാൽ ശർക്കര, ശബരിമലയിലേക്ക് കയറ്റി അയക്കുന്ന ശർക്കര, ഹലാൽ ശർക്കര, അങ്ങനെ അത് കുറെ വിവാദം ഉണ്ടായി. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിന്റെ പ്രസിഡന്റ് അത് പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു. അയാൾ എന്താ പറയുന്നത് അയാൾക്ക് തന്നെ അറിയില്ല. ഉള്ളാൽ ദർഗയിൽ ചെന്നിട്ട് പിച്ചിപ്പൂ പറക്കി തിന്ന് അവിടത്തെ നിലവിളക്കിലെ എണ്ണ കുടിക്കുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിന്റെ പ്രസിഡന്റിന് പിൽക്കാലത്ത് ഈ സമൂഹത്തിലും മുസ്ലിം സമുദായത്തെ ആക്ഷേപിക്കപ്പെടുന്ന നിലയിൽ ഖുറാത്തങ്ങൾ എന്ന് പറയുന്ന തങ്ങളെ ഉള്ളാൽ ദർഗയ്ക്കകത്ത് വെച്ച് ആ ചോറിലേക്ക് മന്ത്രി ചൂതിയപ്പോൾ അതിനെ കാർക്കിച്ച് തുപ്പിയെന്ന് വരുത്തിയിട്ട് ആദ്യമായിട്ട് പത്രപ്രസ്താവന ഇറക്കിയത് എല്ലാ കൊല്ലവും ഉള്ളാൽ ദർഗയിൽ പോയി പിച്ചിപ്പൂ പെറുക്കി തിന്ന് അവിടുത്തെ നിലവിളക്കിലെ എണ്ണ കുടിച്ച് അത് വലിയ ഒരു തന്റെ ഭാവിയിലേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഉത്ഥാനമാണ് എന്ന് മനസ്സിലാക്കിയ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിന്റെ നേതാവ്, ഈ പറയുന്ന നേതാവ് തന്നെയാണ് ശർക്കര വിവാദം കൊണ്ടുവന്നത്, ഹലാൽ ശർക്കര എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇത് പഠിക്കാൻ തീരുമാനിച്ചു. ഇത് എവിടെന്നാ ഇത് കൊണ്ടുവരുന്നതെന്ന് തീരുമാനിച്ചു. അങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് മഹാരാഷ്ട്രയിലെ ഒരു ശിവസേനയുടെ നേതാവാണ് ഈ ഹലാൽ ശർക്കരയുടെ ഉൽപ്പന്നത്തിന്റെ പ്രൊഡ്യൂസർ എന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും മുട്ടുമടക്കി. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? എണ്ണി പറയാൻ കൊണ്ട് നമുക്ക്. അതുകൊണ്ട് ഈ ഹലാല് എന്ന് പറഞ്ഞിട്ട് ഹലാലികളായ നമ്മളെ ഹറാമികളായ നിങ്ങൾ പഠിപ്പിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഹറാമികൾ, ഞങ്ങൾ ഹലാലികളുവാ. അതിൽ ഒരു സംശയവും ഇല്ല കാര്യത്തില്. ഞങ്ങൾ ഹലാലെ തിന്നു, ഹറാമെ കുടിക്കൂ. എന്തുകൊണ്ടാ ഞങ്ങൾ പേടിക്കുന്ന കാര്യമുണ്ട്. ഞങ്ങൾ ഹലാല് തിന്നുമെന്ന് ഇത്രയും വാശി പിടിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? ഞങ്ങൾ ഹലാല് മാത്രമേ തിന്നു എന്ന് ഞങ്ങൾക്ക് ഇത്ര വാശിയായതിന്റെ കാരണം എന്തെന്നറിയോ? 3 കാരണങ്ങളാണ്. അതിൽ ഒന്ന്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യുഹിബ്ബു ഇലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു പരിശുദ്ധനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, പരിശുദ്ധമായതല്ലാതെ പടച്ചവനെ സ്വീകരിക്കൂല. ചാണകത്തിൽ വിറകിയത് ഞങ്ങളുടെ പടച്ചോന് വേണ്ട. അതുകൊണ്ട് തന്നെ ചമ്മനത്തിരി കത്തിക്കുന്നത് പള്ളിയുടെ ഔട്ടില്, മിഹ്റാബിനകത്ത് ചന്ദനത്തിരി കത്തിക്കുന്നവരുണ്ടോ? ഉണ്ടോ? ഇല്ല. അത് പുറത്ത്. എന്തുകൊണ്ടാ? ചന്ദനത്തിരി നിർമ്മാണത്തിൽ ചാണകം കലർത്തുന്നുണ്ട്. നജസിന്റെ പുക വരുന്നത് കൊണ്ട് ഫുഖഹാക്കൾ അതിൽ ആഫുണ്ടെന്ന് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ. ഞങ്ങളുടെ പടച്ചവനെ ചാണകം തേച്ചത് വേണ്ട. ഞങ്ങളുടെ പടച്ചവന് വൃത്തികേടായ ഒന്നും വേണ്ട. ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു പരിശുദ്ധനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, പരിശുദ്ധമായതേ സ്വീകരിക്കൂ. ഒന്ന്. ഇനി രണ്ടാമത്തേതോ, അള്ളാന്റെ ഹബീബ് ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ്. ആ മനുഷ്യന്റെ പ്രത്യേകത എന്തെന്നറിയോ? യുതീരു സഫറ, അയാള് ദീർഘയാത്ര ചെയ്യുന്നയാളാണ്, മുസാഫിറാണ്. അസ്അസ അഗ്ബറ, ആ മനുഷ്യന്റെ മുടിയൊക്കെ ജട പിടിച്ചിരിക്കുകയാണ്, ശരീരം പൊടിപടലം പിടിച്ചിരിക്കുകയാണ്. ആ മനുഷ്യന് യുതീലു സഫറ, ദീർഘയാത്ര ചെയ്യുന്നവനാണ്. യമുദ്ദു യദൈഹി, അവനെ കൈ രണ്ടും അല്ലാഹുവിലേക്ക് ഉയർത്തുന്നു. എന്നിട്ട് പറയുന്നു, യാ റബ്ബി യാ റബ്ബി യാ റബ്ബി, റബ്ബേ റബ്ബേ റബ്ബേ. മുസാഫിർ എന്ന് പറഞ്ഞ മോശക്കാരനാണോ? പല പള്ളികളിലും ദീർഘവീക്ഷണത്തോടുകൂടി മുസാഫിർ ഖാന കെട്ടിയിട്ടുണ്ട്. യാത്രക്കാരായ ചില ആളുകളുണ്ട്, അവർക്കൊരു ദിവസം താമസിക്കാൻ. മുസാഫിർ എന്ന് പറഞ്ഞാൽ അവൻ കോടീശ്വരനാണെങ്കിൽ പോലും സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവനാണ്. നാളെ കട്ട് ചെയ്തിട്ട് ആ സ്വഭാവം ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനത്തെ സ്വഭാവമുണ്ട്. ആവശ്യമായത് കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു ദിവസം മക്കൾ എങ്ങനെ ആകണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രസംഗം ആലുവയിലെ തോട്ടുമുഖത്ത്. അപ്പൊ ഞാൻ പ്രസംഗിച്ചു, മക്കളെ മയ്യത്ത് നിസ്കരിക്കാനെങ്കിലും പഠിപ്പിക്കണ്ടേ? നമ്മുടെ പള്ളിയിൽ കൊണ്ട് മയ്യത്ത് വെച്ച നമ്മളെ മക്കൾ വന്ന് കരയുമ്പോ
നിസ്കരിക്കുമ്പോ നെഞ്ച് പടയ്ക്കുന്ന പെടപ്പ് ആ പള്ളിയിലെ ഇമാമ് നിസ്കരിച്ചാൽ കിട്ടുവോ? ഇമാമിന് 2000 രൂപ കൊടുക്കുന്നു. ആ ഇമാമിന് കിട്ടുന്ന എന്റെ വാപ്പ മരിക്കുമ്പോ എന്റെ വാപ്പാക്ക് കിട്ടുന്ന ആ മരണപ്പെട്ട എന്റെ വാപ്പാടെ മരണത്തിൽ വേദനിക്കുന്ന എന്റെ ഹൃദയത്തിന്റെ പെടപ്പ് പള്ളിയിലെ ഉസ്താദിന് കിട്ടുവോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ ഉസ്താദിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ ഒരു പ്രസംഗം വേറൊരു സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിച്ചു. എന്താണെന്നറിയോ? നിങ്ങൾ സിയാറത്തിന് പോകുമ്പോ ആ സിയാറത്തിന് പോകുന്ന സ്ഥലത്ത് നിങ്ങൾ ഒരു വക്കീലിനെ കൂടെ പിടിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസാ സാറിനെ പോലുള്ള ആളല്ല, പള്ളിയിലെ മുക്രിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് പോണം, എന്തെങ്കിലും സദക്കയൊക്കെ അവർക്ക് കൊടുത്തിട്ട് അദ്ദേഹത്തെ കൊണ്ട് ദ്വാരപ്പിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്ത് രീതിയിൽ പറഞ്ഞു അദ്ദേഹം പറയട്ടെ, ഞാനല്ല പറയേണ്ടത്. ഇത് രണ്ടും കൂടി അങ്ങോട്ട് ആവശ്യത്തിന്, എത്രയോ കൊല്ലത്തിന് മുമ്പ് ഞാൻ പ്രസംഗിച്ച പ്രസംഗമാണ്, അത് രണ്ടും കൂടി വെട്ടിയെടുത്തിട്ട് വളരെ മനോഹരമായി നമ്മുടെ ചില ആളുകളൊക്കെ എന്ത് ചെയ്തു, അവര് പറഞ്ഞു, കണ്ടോ അബ്ദുൽ ഹക്കീം അസ്ഹരിക്ക് നവാസ് മന്നാനിയുടെ കിടിലം മറുപടി. അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ രോമത്തിന്റെ വില എനിക്കുണ്ടോ? ഇല്ലെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ആലിമീങ്ങളുടെ ഒരു വില എനിക്കില്ല, ഞാൻ ആലിമായിട്ടില്ല. എന്റെ ഉസ്താദുമാരും എന്റെ സീനിയറായി എന്റെ കൂടെ പഠിക്കുന്നവരും അവര് എഴുതി തരുന്നത് കാണാതെ പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ട് പ്രസംഗിക്കുന്ന ഒരാളാ ഞാൻ. അങ്ങനെ ഒരു ബോധം എനിക്കുണ്ട്. അതിപ്പോ പറഞ്ഞു അടുത്ത വർഷം നിങ്ങൾ വാതിനെ വിളിച്ചില്ലെങ്കിൽ 1001 തൊട്ട് അൽഹംദുലില്ലാ വേണമെങ്കിൽ ഒരു പാവം അങ്ങോട്ട് തന്നേക്കാം. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും സന്ദർഭത്തിന് നടത്തിയെടുത്തിട്ട് മനുഷ്യനെ കൊച്ചാക്കാൻ നടക്കരുത്. അതിന് നമ്മളെ പുകഴ്ത്തിയാലും ഒന്നും നമുക്കത് വേണ്ട. ഇനിയിപ്പോ ഇത് നാളെ ക്ലിപ്പായിട്ട് വരും, അതാ പ്രശ്നം. ഈ പറഞ്ഞ നാളെ ക്ലിപ്പാവും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് സന്ദർഭത്തിൽ നടത്തിയെടുക്കരുത്. ഞാൻ പറയുന്നത് പണക്കാരനാണെങ്കിൽ പോലും യാത്രക്കാരൻ സക്കാത്ത് വാങ്ങാൻ അർഹനാണ്. നല്ലൊരു മുദരിസ, അള്ളാഹു അനുഗ്രഹിച്ച മുദരിസ, പഴയ ഇബ്രാഹിം ഉസ്താദ്, 100 കണക്കിന് വിദ്യാർത്ഥികൾ. മതിയെന്ന് പറഞ്ഞുകൊണ്ടാ ഈ ഹാജർ റളിയല്ലാഹു അൻഹ സംസമിൽ നോക്കിയിട്ട് മതി മതി എന്ന് പറഞ്ഞതൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ. കുട്ടികൾ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതേപോലെ ഗനീമി ഉസ്താദ് പഴയകാല പ്രഭാഷകനാണ്, ഓടി നടന്ന പ്രഭാഷകൻ. അതുപോലെ ഇർഷാദ് മന്നാനി എന്ന മോശക്കാരല്ല. ഇപ്പൊ ഞാൻ പ്രസംഗിക്കാൻ തന്നെ ആർക്കും ഒരു ആഗ്രഹം തോന്നുമല്ലോ. ആ ആഗ്രഹം എനിക്ക് തോന്നിയത് മുജീബ് റഹ്മാൻ ഉസ്താദിന്റെ വാദം കേട്ടിട്ട്. അപ്പൊ ഇരിക്കുന്നവരെന്ന മോശക്കാരല്ല. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു യാത്രക്കാരൻ കരുനാഗപ്പള്ളിയിൽ ഒന്ന് പെട്ടു. അയാള് നാട്ടില് വലിയ സമ്പന്നനാണ്, പക്ഷേ ഇയാൾക്ക് പോകാൻ നിവൃത്തിയില്ല. അയാൾ സക്കാത്ത് വാങ്ങാൻ അർഹനാണ്. അയാൾ കോടീശ്വരനാവട്ടെ ആവാതിരിക്കട്ടെ, ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ. അതുകൊണ്ടാണ് എന്താണ് ഉസ്താദിന്റെ ഖുർആനിലെ ആയത്ത് ഏതാ? ഫീ സബീലില്ല, അതെ, ഫീ സബീലില്ല, വബിനിസ് സബീൽ, വബിനിസ് സബീൽ, ഫീ സബീലില്ല അല്ല, വബിനിസ് സബീൽ. ഇന്നമ സക്കാത്തു ഇന്നമ സദഖത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ഗാരിമീൻ എന്ന് പറയുന്ന ആയത്തിൽ കാണാം വബിനിസ് സബീൽ, വഴിയാത്രക്കാരൻ. അല്ലേ? അപ്പൊ യാത്ര ചെയ്യുന്ന ഒരാള് നല്ലവനാണ്, അയാളുടെ യാത്ര. അതുകൊണ്ടല്ലേ യാത്ര പോകുന്നവന്, ഞാൻ ചോദിക്കട്ടെ, ഈ ചുറ്റുമൂല പള്ളിയിൽ നിസ്കരിച്ചാൽ ആ നമസ്കാരത്തിൽ ഫാത്തിഹയിലെ ഒരക്ഷരം കുറഞ്ഞു പോയാൽ ആ നിസ്കാരം ശരിയല്ല. ഒരക്ഷരം ഫാത്തിഹയിലെ, സൂറത്തിൽ പ്രശ്നമല്ല, സുന്നത്താണ്. ഫാത്തിഹയിലെ ഒരക്ഷരം കുറയണ്ട. കാഫിന് പകരം കാഫായി പോയാൽ നിസ്കാരം ശരിയല്ല, നിസ്കാരം ഇല്ല. പക്ഷേ യാത്ര ചെയ്യുന്ന ഒരുത്തന് ഒരക്ഷരമല്ല, അവന് റക്അത്ത് വെട്ടി ചുരുക്കി 2 ആക്കി കൊടുത്തു. അല്ലാഹു 4 റക്അത്തുള്ളതിനെ 2 റക്അത്താക്കി കസറാക്കി കൊടുത്തു. കാരണം എന്താ? യാത്ര അത് ഒരു പുണ്യമായ ഒരു ഇബാദത്താണ്. യാത്ര ചെയ്യണം. ഖുൽ സീറു ഫിൽ അർള്, ഖുൽ നബിയെ പറയൂ, സീറു ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കണം. അപ്പൊ ഈ യാത്ര ചെയ്തു വരുന്ന ഒരു മനുഷ്യൻ, അയാള് ഭൗതികമായി യാതൊന്നും അയാൾക്കില്ല. അതുകൊണ്ട് തന്നെ പൊടി പിടിച്ച് കിടക്കുന്ന മുടിയൊക്കെ ജട പിടിച്ചു. ഈ മനുഷ്യൻ എന്താ പറയുന്നത്? യമുദ്ദു ഇല സമാ, ആകാശത്തിലേക്ക് കൈയുയർത്തിയിട്ട് പറയുകയാണ്, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ,
എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ നടക്കുമ്പോ റസൂലുള്ള പറയുകയാണ് മത്അമുഹു ഹറാ, ഇവൻ കഴിച്ച ഭക്ഷണ ഹറാമാണ്, മൽബസ്റബുഹു ഹറാം, ഇവൻ കുടിച്ച വെള്ള ഹറാമാണ്, മൽബസുഹു ഹറാ, ഇവൻ ധരിച്ചിരിക്കുന്നത് ഹറാമാണെങ്കിൽ ഫഅന്നാ യുസ്തജാബു ല, ഇവൻ എങ്ങനെ ഉത്തരം കിട്ടാനാണ്? റവാഹു മുസ്ലിം, നബി മുഹമ്മദ് മുസ്തഫ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു, ഇവൻ അല്ലാഹു ഉത്തരം കൊടുക്കില്ല. ആ ഒരു പേടിയെ ഞങ്ങൾക്കുള്ളത്, ഹറാമ് തിന്നൂല എന്ന് ഞങ്ങളെ വാശി. മനസ്സിലായോ? ഒരു ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ അളവ് നീ ഹറാമ് തിന്നാൽ നിന്റെ മാംസം, നിന്റെ ബ്ലഡ് സർക്കുലേഷൻ ഇതൊക്കെ നിഷിദ്ധമായി. നിന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല. വലിയ പാടാ സഹോദരങ്ങളെ. വെട്ടിപ്പിടിച്ച് തിന്നുന്നവൻ, കള്ളം പറഞ്ഞ് ഒപ്പിക്കുന്നവൻ, യാചിച്ച് തിന്നുന്നവൻ, ഇതൊക്കെ സൂക്ഷിക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. യാചിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടായിട്ട് യാചിക്കുന്നവൻ, അല്ലാത്തവനല്ല. അപ്പോൾ ഇത് ഞങ്ങൾക്ക് പേടി. രണ്ട്, ഒന്ന്, അല്ലാഹ് പരിശുദ്ധമായതിനെ ഇഷ്ടപ്പെടുള്ളൂ. ഞങ്ങളുടെ റബ്ബ് ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് വേണ്ടി. രണ്ടാമത്തേത്, ഞങ്ങളുടെ ഹറാമ് തിന്നാൽ ഞങ്ങളുടെ ഇബാദത്തുകൾ അല്ലാഹ് സ്വീകരിക്കില്ല. പിന്നെ മൂന്നാമത്തെ ഞങ്ങളെ പേടി എന്താണ്? സഅദ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ദുആരക്കണേ നബിയേ, എനിക്ക് വേണ്ടി ദുആരക്കണേ നബിയേ. എന്താ ദുആരക്കേണ്ടത് സഅദേ? നബിയേ, എന്റെ ദുആ സ്വീകരിക്കാൻ വേണ്ടി ദുആരക്കണേ നബിയേ. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് നബിയേ, എന്റെ ദുആ സ്വീകരിക്കപ്പെടുന്ന ദുആ ആകാൻ അങ്ങ് ദുആ ചെയ്യണേ റസൂലേ. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെന്തെന്നറിയോ? യാ സഅദ്, സഅദേ, അത്ഇബ് മത്അമക തകുൻ മുസ്തജാബ ദഅവാ, തകുൻ മുസ്തജാബ ദഅവാ. സഅദേ, നീ നല്ലത് തിന്നണേ, എന്നാൽ നിന്റെ ദുആ സ്വീകരിക്കപ്പെടുന്നതാകും. ഇത് ഞങ്ങൾക്ക് പേടിയാ, അല്ലേ? സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്, ഒന്ന്, എന്റെ റബ്ബിന് ഇഷ്ടം നല്ലതാണ്, ഞാൻ നല്ലതല്ലാത്തത് തിന്നാൽ എന്റെ ഇബാദത്തുകൾ സ്വീകരിക്കില്ല, എന്റെ ദുആ പോലും സ്വീകരിക്കില്ല. ഇത് ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾ ഹലാലേ തിന്നുള്ളൂ. ഹറാമ് തിന്നാൻ, തീറ്റിപ്പിക്കാൻ ആരും നോക്കണ്ട. ഞങ്ങളത് തിന്നൂല. 1000 വട്ടം ഞങ്ങൾ പറയുന്നു, ഞങ്ങളത് തിന്നൂല. ഹറാമായത് തിന്നേണ്ടി വന്നാൽ ആ സമയത്ത് ഞങ്ങൾ മരിക്കണമെന്ന് കൊതിക്കുന്നവരാ. റോമൻ സാമ്രാജ്യത്തിന്റെ അധിപനായ ആ ചക്രവർത്തിയുടെ മുമ്പിലേക്ക് പറഞ്ഞു വിട്ടു അബ്ദുല്ലാഹി ബിൻ ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹുവിനെ. ഇനി ദഅവത്തിന് വേണ്ടി മദീനയുടെ ഭരണാധികാരി സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു വിട്ടു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വിട്ടനുസരിച്ച് അബ്ദുല്ലാഹി ബിൻ ഹുദാഫത്തു സഹ്മി തങ്ങൾ റോമിൽ ചെന്നപ്പോൾ അദ്ദേഹം പിടിച്ച് ഈ മഹാനായ സഹാബിയെ ജയിലിലടച്ചതിന് ശേഷം പറഞ്ഞു, രാജ്യത്തിന്റെ പകുതി നിനക്ക് തരാം, എന്റെ സുന്ദരിയായ മോളെ കെട്ടിച്ചു തരാം, നീ ഇവിടെ വന്ന ആളുകളെ നശിപ്പിക്കരുത്, ആളുകളെ നീ കൂട്ടരുത്, പൊക്കോളാൻ പറഞ്ഞു. രാജ്യത്തിന്റെ പകുതി ഭരിക്കാനും മകളെ കെട്ടിച്ചു തന്നേക്കാം. അദ്ദേഹം പറഞ്ഞു, വേണ്ട, എനിക്ക് രാജ്യത്തിന്റെ പകുതി വേണ്ട, നിന്റെ മകളെയും വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനമാണ് വേണ്ടതെന്ന് പറഞ്ഞു. വീണ്ടും കുറെ നാള് ജയിലിനകത്തിട്ടു. എന്നിട്ട് പട്ടിണിക്കിട്ടു. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വിശം നൊട്ടിയ വയറുമായി, എല്ലും തോലുമായി പാവപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ പന്നിയിറച്ചിയും മദ്യവും കൊണ്ടുവച്ചു. ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ജീവൻ നിലനിർത്താൻ ഇതൊക്കെ അനിവാര്യ ഘട്ടങ്ങളിൽ ചിലപ്പോഴൊക്കെ നമുക്ക് അനിവാര്യതയിൽ അത് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ പെടഞ്ഞു മരിക്കേണ്ടി വന്നാലും പന്നിയിറച്ചിയിൽ നിന്ന് ഒരു പീസ് പോലും ഞാൻ തിന്നില്ല, ഒരു കവിള് പോയിട്ട് ഒരു തുള്ളി പോലും ഞാൻ പാനം ചെയ്യില്ല ഈ മദ്യത്തിൽ നിന്ന്. അവസാനം കൂടെ ഉള്ള ഒരാളിനെ പിടിച്ചിട്ട് തിളയ്ക്കുന്ന എണ്ണയിൽ അരിഞ്ഞിട്ടു. നോക്കണം, കൂടെയുള്ള സഹാബാക്കളിൽ ഒരാളെ വലിയ ചെമ്പ് പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചിട്ട് അരിഞ്ഞിട്ടു. ആ സമയത്ത് ഓരോരുത്തരെയും ആ ചെമ്പ് പാത്രത്തിലേക്ക് അരിഞ്ഞിടുന്നത് കണ്ടപ്പോ അബ്ദുല്ലാഹി ബിൻ ഹുദാഫത്ത് സഹ്മി തങ്ങൾ കരഞ്ഞു. ആ സമയത്ത് ചക്രവർത്തി ചോദിച്ചു, എന്തേ, നിനക്ക് പോണോ? നിന്നെ വിട്ടേക്കാം.
ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹമി റളിയല്ലാഹു തആല അൻഹു തന്റെ ഊഴമെത്തിയാൽ അടുത്ത നിമിഷം തന്നെ അരിഞ്ഞരിഞ്ഞ് തിളയ്ക്കുന്ന എണ്ണ പാത്രത്തിലേക്ക് വലിച്ചെറിയുമെന്ന് കണ്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹമി റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോൾ അതിന്റെ കാരണം അന്വേഷിച്ച ചക്രവർത്തിയോട് പറഞ്ഞത്, എനിക്ക് മരിക്കാൻ പേടിയായിട്ടല്ല, അടുത്ത നിമിഷം ഞാൻ അരിഞ്ഞരിഞ്ഞ് ഈ എണ്ണ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് വീഴ്ത്തപ്പെടുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അതിന്റെ പേരിലല്ല കരഞ്ഞത്. എന്തുകൊണ്ടാ ഞാൻ കരഞ്ഞതെന്നറിയോ? ഞാൻ അടുത്ത നിമിഷം മരിച്ചു പോയാൽ എന്റെ ഓരോ രോമകൂപത്തിൽ നിന്ന്, ഓരോ രോമത്തിൽ നിന്ന്, ഓരോ മുടിയിൽ നിന്ന്, ഓരോ തലനാരിടയിൽ നിന്ന് ഓരോ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹ്മിമാരുണ്ടാകൂലല്ലോ. ഞാൻ 1000 വട്ടം മരിക്കൂലല്ലോ, ഒരു വട്ടമല്ലേ മരിക്കുള്ളൂ. എനിക്ക് വീണ്ടും വീണ്ടും മരിക്കണമെന്ന് ആഗ്രഹം കൊണ്ടാ, പക്ഷെ നടക്കൂലല്ലോ ഈ ദുനിയാവില്. അതുകൊണ്ട് കരഞ്ഞതാന്ന് പറഞ്ഞു. അവസാനം അടിയറവ് പറഞ്ഞിട്ട് രാജാവ് പറഞ്ഞു, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഒരു കാര്യം ചെയ്യ്, രാജാക്കന്മാരുടെ ചില ശൈലിയുണ്ട്, എന്റെ തലയിൽ ഒന്ന് ചുംബിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹമി റളിയല്ലാഹു അൻഹു ചെന്നിട്ട് രാജാവിന്റെ തല കുനിക്കാൻ പറഞ്ഞു. തല കുനിച്ച് തലയിൽ ചുംബിച്ചു. നേരെ മദീനയിലേക്ക് അദ്ദേഹം മോചിതനായി വന്നു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അബ്ദുല്ലാ, പന്നിയിറച്ചിയും മദ്യവും നിനക്ക് ജീവൻ പോകുമെന്നുള്ള ഘട്ടത്തിൽ നിനക്ക് അനുവദിക്കപ്പെട്ടതല്ലേ, എന്തുകൊണ്ട് കഴിച്ചില്ല? നബിയേ, മഹാനായ ഉമർ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമർ തങ്ങളെ എങ്ങനെ കഴിക്കും? അവര് ചിന്തിക്കൂലേ ഇത് അഡ്ജസ്റ്റ്മെന്റ് മതമാണെന്ന്? അഡ്ജസ്റ്റ്മെന്റ് പറ്റില്ലല്ലോ. ഇവിടെ മരിക്കേണ്ടി വന്നാൽ 2 കൈയും നീട്ടി മരണത്തെ സ്വീകരിക്കുകയല്ലേ വേണ്ടത്. അങ്ങനെ മരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല തങ്ങളെ എന്ന് പറഞ്ഞു. ഉമർ തങ്ങളല്ലേ ആള്, ഉമർ തങ്ങളല്ലേ നൂന്ന് പോയാലും വളം ചെറിയ പൊളവുണ്ടല്ലോ എന്ന് പറയുന്ന ആളാ ഉമർ തങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ, പക്ഷെ എനിക്ക് നിന്നോട് ചില വെറുപ്പുണ്ട്. എന്താ തങ്ങളെ? നീ അവന്റെ തലയിൽ ചുംബിച്ചത് അത്ര ശരിയായില്ല. ചെറിയ കുറ്റവും വീഴ്ചയും കണ്ടെത്തുന്ന ആളാ ഉമർ തങ്ങള്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹമി തങ്ങൾ പറഞ്ഞു, തങ്ങളെ ഞാൻ എന്താ നിങ്ങളോട് പറയാ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അവന്റെ ശിരസിൽ മൂർധാവിൽ ചുംബിക്കുമെന്ന്? എന്റെ മുന്നിൽ അവന്റെ ശിരസ് കുനിപ്പിച്ചതല്ലേ ഞാന്, അവന്റെ തലയിൽ ഞാൻ കാർക്കിച്ചു തുപ്പി തങ്ങളെ. ഞാൻ മുത്തിയില്ല, അവന്റെ തലയിൽ ഞാൻ കാർക്കിച്ചു തുപ്പി. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹമിയുടെ മുന്നിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ ഒരു പ്രഖ്യാപനം നടത്തി, എല്ലാവരും വരിൻ, ഈ അബ്ദുള്ളയുടെ തലയിൽ ചുംബിക്കാൻ പറഞ്ഞു. എല്ലാവരും വന്ന് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് സഹമി തങ്ങളുടെ തലയിൽ ചുംബിച്ചു പോയി. ഞങ്ങൾ ഹറാമ തിന്നൂല, ഞങ്ങളും മരിച്ചാലും ഞങ്ങൾ ദ്വാരക്കുന്നത്, അല്ലാഹുവേ ഫൈദാ അറത ബിഇബാദിക ഫിത്നതൻ ഫഖബ്ലിനാ ഇലൈക ഗൈറ മഫ്തൂൻ. എപ്പോഴും ഞങ്ങൾ ദുആരകുന്നാ നസ്അലുക ഫീൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹുബ്ബൽ മസാകി ഫൈദാ അറത ബിഇബാദിക ഫിത്നതൻ ഫഖബ്ലിനാ ഇലൈക ഗൈറ മഫ്തൂൻ. പടച്ചവനെ, ഞങ്ങളെ ഫിത്നയിലാക്കാൻ നീ ഉദ്ദേശിച്ചാൽ ആ സെക്കൻഡ് ഞങ്ങളുടെ ശരീഅത്ത്, ഞങ്ങളുടെ ദീൻ ഞങ്ങളുടെ കൈവിട്ടു പോകുമെന്ന് കണ്ടാൽ ആ നിമിഷം നീ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. അങ്ങനെ ദുആരക്കുന്ന ഞങ്ങളോട് ഹറാമ് തിന്നാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് വേണോ തിന്നോ, ഞങ്ങൾക്കെന്താ? നിങ്ങൾ എന്ത് വേണോ തിന്നോ, കുടിച്ചോ, കഴിച്ചോ, ഞങ്ങൾക്ക് അതിൽ ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങൾ ഹലാലായതേ തിന്നോളൂ, ഞങ്ങൾ ഹലാലികളാ. നിങ്ങൾ ഹറാമികളോ എന്തൊക്കെയോ നിങ്ങൾ ആയിക്കോളെ, അതൊന്നും നമുക്ക് വിഷയമുള്ളതല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹദീസും ഇങ്ങനെ 4 ഹദീസുകൾ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ദീൻ അത് മതി. നമുക്കും ഇന്നത്തേക്ക് തൽക്കാലം ഇത് മതി, ബാക്കി അടുത്ത പിന്നീടാവട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ.